ഗുഡ് മോർണിംഗ്. CMA റിപ്പീറ്റീസിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോസിലെ 1.8 മൊഡ്യൂളിലെ കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് അമാൽഗമേഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് ദ പോയിന്റ്, പവർ ടു കോംപ്രമൈസ് ഓർ മേക്ക് അറേഞ്ച്മെൻറ്റ്, സെക്ഷൻ 230 230. Compromise arrangements may be proposed by company with members or any class of members or creditors or any class of creditors. ഈ കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റ് കമ്പനി പ്രൊപ്പോസ് ചെയ്യും വിത്ത് ദ മെമ്പേഴ്സോ അല്ലെങ്കിൽ ഒരു കൂട്ടം മെമ്പേഴ്സിൻ്റെയോ ഓർ ക്രെഡിറ്റേഴ്സോ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ടുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ പ്രൊസീജിയേഴ്സ് നോക്കാം നമുക്ക്. അപ്ലിക്കേഷൻ ഷാൾ be made to NCLT by company members, creditors or liquidator. കമ്പനിയോ മെമ്പേഴ്സോ ക്രെഡിറ്റേഴ്സോ ലിക്വിഡേറ്ററോ ആയിട്ട് ആരെങ്കിലും എന്ത് ചെയ്യണം, NCLTക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഇൻ ഫോം നമ്പർ NCLT 1. ഇത് കൊടുക്കേണ്ടത് NCLT 1-ലൂടെയാണ്. ഫോം നമ്പർ NCLT 1-ലൂടെയാണ്. അലോങ് വിത്ത് അതിൻ്റെ കൂടെ സ്കീം ഓഫ് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ്സ് ഓർ നോട്ടീസ് ഓഫ് അഡ്മിഷൻ. ഈ NCLT 1-ൻ്റെ കൂടെ സ്കീം ഓഫ് കോംപ്രമൈസ് ഒരു അറേഞ്ച്മെൻറ്റും കൊടുക്കണം, അതേമാതിരി നോട്ടീസ് ഓഫ് അഡ്മിഷനും കൊടുക്കണം. ഒന്നുകൂടി നോക്കാം. കമ്പനി അല്ലെങ്കിൽ മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലിക്വിഡേറ്റർ NCLTക്ക് ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. അത് NCLT 1-ലാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ സ്കീം ഓഫ് കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റും അതേമാതിരി നോട്ടീസ് ഓഫ് അഡ്മിഷനും കൊടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിന് കൂടെ തന്നെ അഫിഡവിറ്റ് of material facts about company, reduction of capital if any, scheme of corporate debt restructuring. ഇതിൻ്റെ മൂന്നിൻ്റെയും അഫിഡവിറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. കമ്പനിയെ പറ്റിയുള്ള വിവരങ്ങൾ കൊടുക്കണം, പിന്നെ ക്യാപിറ്റൽ എന്തെങ്കിലും റിഡക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ളത്, പിന്നെ സ്കീം ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഈ അഫിഡവിറ്റ് ആയിട്ട് സത്യവാങ്മൂലമായിട്ട് ഈ NCLTൻ്റെ കൂടെ എന്ത് ചെയ്യാൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ NCLT ട്രിബ്യൂണൽ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, NCLT ഓർഡർ ടു കണ്ടക്ട് മീറ്റിംഗ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. മെമ്പേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിന് ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി NCLT ഓർഡർ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് റിജക്റ്റ് ചെയ്യും, അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നാലാമത്തെ പോയിന്റ് നോക്കാം. നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഷാൾ ബി സെൻഡ് ബൈ ചെയർപേഴ്സൺ ടു മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. നോട്ടീസ് ഷാൾ ബി അപ്ലോഡഡ് ഓൺ വെബ്സൈറ്റ് ഓഫ് കമ്പനി. അങ്ങനെ NCLT മീറ്റിങ്ങിന് വേണ്ടി ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചെയർപേഴ്സൺ എന്ത് ചെയ്യണം, മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ഇവർക്ക് എല്ലാവർക്കും ഒരു നോട്ടീസ് കൊടുക്കണം. മാത്രമല്ല ആ നോട്ടീസിൻ്റെ ഒരു കോപ്പി വെബ്സൈറ്റിൽ, കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. നോട്ടീസ് ആൻഡ് ഡിസ്ക്ലോഷർ ഷാൾ ഗിവൺ ടു സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ROC, CCI, RBI, SEBI, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, ഇൻകം ടാക്സ് അതോറിറ്റി. ഇതിൻ്റെ ഈ നോട്ടീസ് അതേപോലെ ഡിസ്ക്ലോഷറിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, CCI, ROC, RBI, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ SEBI, സ്റ്റോക്ക്, അതേമാതിരി ഒഫീഷ്യൽ ലിക്വിഡേറ്ററും ഇൻകം ടാക്സ് അതോറിറ്റിയും കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആറാമത്തെ പോയിന്റ് നോക്കാം. Approval of members, creditors are required in meeting. Majority of members, creditors holding 3/4 value to approve. മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഹോൾഡ് ചെയ്യുന്ന 3/4 മെജോറിറ്റി എന്ത് ചെയ്യണം, അപ്രൂവൽ ആവണം. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് നടപ്പാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏഴാമത്തെ പോയിന്റ്, വൺസ് മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ് അപ്രൂവ്, NCLT ഷാൾ സാങ്ഷൻ സ്കീം. അങ്ങനെ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സും ഇതിൻ്റെ മെജോറിറ്റി 3/4 ഓഫ് ഹോൾഡിങ് ചെയ്യുന്ന മെമ്പേഴ്സിനെ ക്രെഡിറ്റേഴ്സിനെ അപ്രൂവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, NCLT എന്ത് ചെയ്യും, ആ സ്കീം സാങ്ഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. കമ്പനി, മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ് NCLTക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. ഇൻ ഫോം നമ്പർ NCLT 1-ലാണ്. അതിൻ്റെ കൂടെ തന്നെ സ്കീം ഓഫ് കോംപ്രമൈസ് അറേഞ്ച്മെൻറ്റും അതേമാതിരി നോട്ടീസ് ഓഫ് അഡ്മിഷനും കൊടുക്കണം. മാത്രമല്ല affidavit of material facts about company, reduction of capital, scheme of corporate debt restructuring
ഇതിൻ്റെ മൂന്നിൻ്റെ അഫിഡവിറ്റും എന്തെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ NCLT അത് ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ NCLT എന്ത് ചെയ്യും, ഒരു ഓർഡർ ഇടും. അതായത് മെമ്പേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിന് വേണ്ടി NCLT ഒരു ഓർഡർ ഇടും. അങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ചെയർപേഴ്സൺ എന്ത് ചെയ്യണം, മെമ്പേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സിനൊക്കെ നോട്ടീസ് കൊടുക്കണം. മാത്രമല്ല നോട്ടീസിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും വേണം. മാത്രമല്ല ഈ നോട്ടീസ് ആൻഡ് ഡിസ്ക്ലോഷറിൻ്റെ ഒരു കോപ്പി സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ROC, RBI, പിന്നെ SEBI, ഒഫീഷ്യൽ ലിക്വിഡേറ്റർ, ഇൻകം ടാക്സ് അതോറിറ്റിക്കെല്ലാം എന്ത് ചെയ്യണം, കൊടുക്കണം. Approval of members and creditors are required in meeting. Majority of members creditors holding 3/4 value of approve. മെമ്പേഴ്സ് ക്രെഡിറ്റേഴ്സ് അവർ 3/4 ഹോൾഡ് ചെയ്യുന്ന മെജോറിറ്റി എന്ത് ചെയ്യണം, അപ്രൂവ് ചെയ്താൽ NCLT എന്ത് ചെയ്യും, സാങ്ഷൻ ദ സ്കീം, ഈ സ്കീം സാങ്ഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലോട്ട് പോവാം. പവർ ഓഫ് എൻഫോഴ്സ് കോംപ്രമൈസ് ആൻഡ് അറേഞ്ച്മെൻറ്റ്, സെക്ഷൻ 231 231. അതായത് വൺസ് ഇങ്ങനെ NCLT അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ NCLTക്ക് കുറേ പവേഴ്സ് ഉണ്ടാവും. കാരണം ഈ സ്കീം നടപ്പാക്കുന്നത് വരെ ഇത് പ്രോപ്പറായി നടക്കുന്നുണ്ട്, പിന്നെ ഇതിലെന്താ പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം കറക്റ്റാണെന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള ഒരുപാട് പവേഴ്സ് ഉണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. വെൻ NCLT അപ്രൂവ് ദ സ്കീം ദേ ഹാവ് പവർ ടു സൂപ്പർവൈസ് ഇംപ്ലിമെൻറ്റേഷൻ, ടേക്ക് നെസസറി ആക്ഷൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഫ്രം പ്രാക്ടീസിങ് പ്രൊഫഷണൽ ടിൽ കംപ്ലീറ്റ്. NCLT ഹാക്ക് എന്തൊക്കെ പവർ ഉണ്ടാവും, സൂപ്പർവൈസ് ഇംപ്ലിമെൻറ്റേഷൻ, ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് എന്തെങ്കിലും സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. മാത്രമല്ല പ്രാക്ടീസിങ് പ്രൊഫഷണലിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിയെടുക്കാൻ NCLTക്ക് എന്ത് ചെയ്യും പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത്. സെക്ഷൻ 231 പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. മെർജർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് കമ്പനി, സെക്ഷൻ 231. അപ്ലിക്കേഷൻ ഷാൾ ബി മെയ്ഡ് ടു NCLT ബൈ കമ്പനി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ലിക്വിഡേറ്റർ. അതായത് കമ്പനി മെർജർ ചെയ്യുക അല്ലെങ്കിൽ അമാൽഗമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് NCLTക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം. ഒന്നെങ്കിൽ കമ്പനി, അല്ലാന്നുണ്ടെങ്കിൽ മെമ്പേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലിക്വിഡേറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും, അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയൽ ഫാക്ട് അബൌട്ട് കമ്പനി, അതേമാതിരി റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, സ്കീം ഓഫ് കോർപ്പറേറ്റ് ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്, ഇതിന് മൂന്നിൻ്റെ എന്ത് ചെയ്യണം, അഫിഡവിറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ അടുത്തത് രണ്ടാമത്തെ പോയിന്റ്, ഫയൽ കോപ്പി ഓഫ് ഓർഡേഴ്സ് ഓഫ് NCLT വിത്ത് ROC. ഈ ഓർഡറിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, NCLTൻ്റെ ഓർഡറിൻ്റെ ഒരു കോപ്പി ROCക്ക് ഫയൽ ചെയ്യണം. ഒബ്റ്റെയിൻ സർട്ടിഫിക്കറ്റ് ഫ്രം പ്രാക്ടീസിങ് പ്രൊഫഷണൽ ടിൽ കംപ്ലീഷൻ. എന്താ പറയുക, ഇത് കഴിയുന്നത് വരെ ഈ മെർജറും അമാൽഗമേഷനും കഴിയുന്നത് വരെ പ്രാക്ടീസിങ് പ്രൊഫഷണൽ കഴിയുന്ന സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് ഫാസ്റ്റ് ട്രാക്ക് മെർജർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് സെർട്ടൻ കമ്പനീസ്. ചില സെർട്ടൻ കമ്പനീസുകൾ ഫാസ്റ്റ് ട്രാക്ക് മെർജറും അമാൽഗമേഷൻ ചെയ്യാൻ പറ്റും. അത് എങ്ങനത്തെ കമ്പനീസ് എന്ന് പറഞ്ഞാൽ സ്മാൾ കമ്പനീസ്, അതേമാതിരി സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനീസ്, അതേമാതിരി ഹോൾഡിംഗ് കമ്പനീസ്, വോളി ഓൺ സബ്സിഡറി കമ്പനീസ്, ഇങ്ങനെ കുറച്ച് ഒരു 4 ടൈപ്പ് ഓഫ് കമ്പനി. അതേമാതിരി സ്മാൾ കമ്പനീസ് ആൻഡ് എന്താ പറയുക സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനീസ്. ഈ കമ്പനികൾക്കെല്ലാം എന്തും ഫാസ്റ്റ് ട്രാക്ക് മെർജർ പറ്റും. അതാണ് ഈ ഇവിടെ പറഞ്ഞത്, സെക്ഷൻ 233 പറഞ്ഞത്. അപ്പം ഈ പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് നോക്കാം. പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ട്രാൻസ്ഫറി കമ്പനി. ഈ 2 കമ്പനീസും ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് അപ്ലൈ ടു ROC ആൻഡ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. അങ്ങനെ ഈ ഫാസ്റ്റ് ട്രാക്ക് മെർജർ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമാൽഗമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ 2 കമ്പനീസും, അതായത് ട്രാൻസ്ഫറർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യണം, ROCക്കും ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്കും എന്ത് ചെയ്യണം, ഒരു അപ്ലൈ ചെയ്യണം. അങ്ങനെ ഈ ROCയും ഒഫീഷ്യൽ ലിക്വിഡേറ്റർ സജഷൻ വിത്തിൻ 13 days 30 ദിവസത്തിൽ അവർ ഒരു സജഷൻ തരും. അതിനുശേഷം ബോത്ത് കമ്പനി ഹോൾഡ് ജനറൽ മീറ്റിംഗ് ആൻഡ് അപ്രൂവൽ ഓഫ് മെമ്പേഴ്സ് ഹോൾഡിംഗ് 90% ഓഫ് ഹോൾഡിംഗ് മെമ്പേഴ്സ്. അങ്ങനെ സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 കമ്പനീസും, ട്രാൻസ്ഫറർ കമ്പനി ആൻഡ് ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യണം, ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യണം. അങ്ങനെ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്തിട്ട് 90% ഓഫ് എന്താ പറയുക മെമ്പേഴ്സിൻ്റെ, ഹോൾഡിംഗ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ അപ്രൂവൽ എന്ത് ചെയ്യണം, വാങ്ങിയെടുക്കണം. അങ്ങനെ അപ്രൂവൽ വാങ്ങിയെടുത്ത് കഴിഞ്ഞാൽ ഫില്ലിംഗ്
സർട്ടിഫിക്കറ്റ് ഓഫ് സോൾവൻസി വിത്ത് ROC. സോൾവൻസി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും, ROCയുമായിട്ട് ഫിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഹോൾഡ് ക്രിയേറ്റേഴ്സ് മീറ്റിംഗ് ബൈ ഗിവിംഗ് മിനിമം 21 days ഓഫ് നോട്ടീസ്. അത് കഴിഞ്ഞ ശേഷം ക്രിയേറ്റേഴ്സ് മീറ്റിംഗ് എന്ത് ചെയ്യുക, വിളിക്കുക. മിനിമം ഒരു 21 days ഓഫ് നോട്ടീസ് കൊടുത്ത് എന്ത് ചെയ്യുക, ക്രിയേറ്റേഴ്സ് മീറ്റിംഗ് വിളിക്കുക. അങ്ങനെ ക്രിയേറ്റേഴ്സ് മീറ്റിംഗ് വിളിച്ച് കഴിഞ്ഞിട്ട് ഈ ക്രിയേറ്റേഴ്സ് മീറ്റിങ്ങിൽ 90% ഓഫ് ഹോൾഡിംഗ് വാല്യൂ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള അപ്രൂവൽ വാങ്ങിയെടുക്കുക. അതാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് മെർജർ അല്ലെങ്കിൽ അമാൽഗമേഷൻ്റെ ട്രാൻസ്ഫർ കമ്പനി എന്ത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. ഈ പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ ട്രാൻസ്ഫർ കമ്പനി. ഈ ട്രാൻസ്ഫർ കമ്പനി മാത്രം ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സാണ് ഞാൻ പറഞ്ഞത്. അപ്ലൈ ടു ROC ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഓർ സെൻട്രൽ ഗവൺമെൻറ്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ROCക്ക് എന്ത് ചെയ്യുക, അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ ഈ ROC ഒഫീഷ്യൽ ലിക്വിഡേറ്റർ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം എന്ത് തരും, 30 സജഷൻ തരും. ആ സജഷന് ശേഷം CG ടു അപ്രൂവ് ആൻഡ് അപ്ലൈ ടു NCLT. അതായത് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുക, അപ്രൂവ് ചെയ്യണം. എന്തിന്, ഇങ്ങനെ ഈ മെർജറും അമാൽഗമേഷന് വേണ്ടിയിട്ട്, ഫാസ്റ്റ് ട്രാക്ക് മെർജർ അമാൽഗമേഷന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്യണം. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, NCLTക്ക് കമ്പനി എന്ത് ചെയ്യുക, ഈ ട്രാൻസ്ഫർ കമ്പനി NCLTക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ NCLT ആണ് എന്ത് ചെയ്യുക, തീരുമാനിക്കുക ഇത് നോർമൽ അമാൽഗമേഷൻ മെർജർ ആണോന്ന്, അല്ലാതെ ഫാസ്റ്റ് ട്രാക്ക് മെർജർ അമാൽഗമേഷൻ ആണെന്ന് തീരുമാനിക്കുന്നത് NCLT ട്രിബ്യൂണലാണെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. ഫാസ്റ്റ് ട്രാക്ക് മെർജർ ഈസ് അവൈലബിൾ ഓർ അപ്ലിക്കബിൾ ഓർ മെർജർ ആൻഡ് അമാൽഗമേഷൻ ബിറ്റ്വീൻ. ഞാൻ പറഞ്ഞു ഈ ഫാസ്റ്റ് ട്രാക്ക് മെർജർ ആർക്കൊക്കെയാണ് പറ്റുക എന്നുള്ളത്. 2 or more സ്മാൾ കമ്പനീസ്, 2 or അതിൽ കൂടുതൽ സ്മാൾ കമ്പനീസിന് പറ്റും. അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ഒരു ഹോളി ഓൺ സബ്സിഡറി, ഹോൾഡിംഗ് കമ്പനീസ് അല്ലെങ്കിൽ സബ്സിഡറി കമ്പനീസ് കൂടി മെർജർ ചെയ്യുക അല്ലെങ്കിൽ അമാൽഗമേഷൻ ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. 2 or more പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റാർട്ടപ്പ്, പിന്നെ സ്മാൾ കമ്പനി ആൻഡ് സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കാം. മെർജർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് കമ്പനി രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ ആൻഡ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് പുറത്തുള്ളൊരു കമ്പനിയും ഇന്ത്യൻ കമ്പനിയും കൂടിക്കാണ്ട് മെർജർ ആവുകയോ അല്ലെങ്കിൽ അമാൽഗമേഷൻ ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് നീ പറയാൻ പോകുന്നത്. സെക്ഷൻ 234 പറഞ്ഞത്. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്രൂവൽ ഓഫ് RBIൻ്റെ അപ്രൂവൽ എടുക്കുക. പേയ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ക്യാഷ് ഓർ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് ബോത്ത്. ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് ആയിട്ടോ ബോത്ത് ആയിട്ട് എന്താ പേയ്മെൻറ്റ് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞത്. അത്ര പോയിൻ്റേ ഉള്ളൂ. പവർ ടു അക്വയർ ഷെയർസ് ഓഫ് പേഴ്സൺ ഡിസെൻഡിങ് ഫ്രം സ്കീം. ഇങ്ങനെ അമാൽഗമേഷനും മെർജറും കമ്പനി ചെയ്യുമ്പോൾ മെജോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത് താല്പര്യം ഉണ്ടാവും. പക്ഷേ അത് കുറച്ച് ഷെയർ ഹോൾഡേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ താല്പര്യം ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെ പറ്റി അവരെ ഷെയർസ് വാങ്ങുന്നതിനെ പറ്റി ഇനി പറയുന്നത് സെക്ഷൻ 235 അതിനെ പറ്റി പറഞ്ഞത്. നോക്കാം, പോയിന്റ്സ് നോക്കാം. അക്വയറർ ക്യാൻ ഗീവ് ഓഫർ ടു മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇഫ് ദേ ഹാവ് അക്വയർഡ് 90% ഓഫ് വാല്യൂ. അതായത് ഈ ട്രാൻസ്ഫറർ 90% ഓഫ് ഹോൾഡിംഗ് ഉള്ള വാല്യൂ ഉള്ള ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന 10% പറഞ്ഞത് മൈനോറിറ്റി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓഫർ കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഓഫർ ഇഫ് മൈനോറിറ്റി ഡസ് നോട്ട് അക്സെപ്റ്റ്, ആ ഓഫർ മൈനോറിറ്റി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഷെയർസ് ബലമായിട്ട് പിടിച്ചു വാങ്ങാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ മൈനോറിറ്റിക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഒബ്ജെക്ഷൻ കൊടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത്. പർച്ചേസ് ഓഫ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് സെക്ഷൻ 236 if company acquired 90% of value of targeted company they can offer to minority for acquiring shares. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ 90% വാല്യൂ അവരെന്ത് ചെയ്യാൻ വാങ്ങിക്കഴിഞ്ഞാൽ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റിന് വേണ്ടിയിട്ട് ഓഫർ കൊടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെർജർ ആൻഡ് അമാൽഗമേഷൻ ഓഫ് കമ്പനി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് സെക്ഷൻ 237.
അതായത് പബ്ലിക് ഇൻട്രസ്റ്റ് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ നല്ലതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മെർജറും അമാൾഗമേഷനൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് മേക്ക് ഓർഡർ പ്രൊവൈഡിങ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ്. അവരെന്ത് ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യും, ഒരു ഓർഡർ പാസ് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. അതൊക്കെ അത്രേ ഉള്ളൂ. രജിസ്ട്രേഷൻ ഓഫ് ഓഫർ സെക്ഷൻ 238. ഔട്ട്ലൈൻ ഓഫ് ഓഫർ ആസ് പെർ സെക്ഷൻ 235. ഈ 235 സർക്കുലേഷൻ റെക്കമെൻഡിങ് ഓഫേഴ്സ് മസ്റ്റ് ഇൻക്ലൂഡ് സ്പെസിഫൈഡ് ഇൻഫോർമേഷൻ. അവർ ഉള്ള സർക്കുലേഷനിൽ റെക്കമെൻഡ് ചെയ്യൽ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. ദ ട്രാൻസ്ഫറി കമ്പനി മസ്റ്റ് എൻഷുർ ക്യാഷ് അവൈലബിലിറ്റി. ഈ ട്രാൻസ്ഫറി കമ്പനി എന്ത് ചെയ്യാം, ക്യാഷ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. സർക്കുലേഴ്സ് ക്യാൻ ഓൺലി ബി സർക്കുലേറ്റഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സർക്കുലേഴ്സ് സർക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. ഇഫ് രജിസ്റ്റർ റെഫ്യൂസൽ ടു രജിസ്ട്രേഷൻ ക്യാൻ അപ്പീൽ ടു NCLT. അവരെന്ത് ഈ രജിസ്ട്രാർ എന്ത് ചെയ്യും, അതിൻ്റെ രജിസ്ട്രേഷൻ സമ്മതിച്ചില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, NCLTക്ക് വേണ്ടി ട്രിബ്യൂണലിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഒഫൻസ് കമ്മിറ്റഡ് ബിഫോർ അമാൾഗമേഷൻ സെക്ഷൻ 240. എന്തെങ്കിലും ഒഫൻസ് ഈ അമാൾഗമേഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനി ആയിരിക്കും എന്ത് ചെയ്യുക, ഓഫീസേഴ്സ് ഓഫ് ട്രാൻസ്ഫർ കമ്പനി വിൽ ബി ലയബിൾ. അത് അത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഭാഗമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു എവരി വൺ.